അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് സലാലയിലുള്ള അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറക്ക് മുമ്പിലാണ്. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രവും നമുക്ക് നൽകുന്നത് ഓരോ പാഠങ്ങളാണ്. അയ്യൂബ് നബിയെ കുറിച്ച് ഖുർആനിൽ തന്നെ പറഞ്ഞത് ഏറ്റവും നല്ല ക്ഷമിക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു. അള്ളാഹു നൽകിയ സമ്പത്തും കൃഷിയും കച്ചവടങ്ങളും ഭൂമിയും എല്ലാം തിരിച്ചെടുത്താണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചത്. സമ്പത്തും മക്കളും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടുകയും ശരീരത്തിലെ ഉള്ളും പുറവും ഒരുപോലെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. രോഗം കാരണം നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയും ആളുകൾ വെറുപ്പോടെ അദ്ദേഹത്തെ നോക്കിക്കാണുകയും ചെയ്തു. അവസാന രോഗം മൂർച്ഛിച്ചപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ കാലിട്ട് ഒരുതുകയും ആ മരുഭൂമിയിൽ വെള്ളം വരുന്നതും ആ വെള്ളം കൊണ്ട് കുളിക്കാനും കുടിക്കാനും പറയുകയും അങ്ങനെയാണ് അസുഖം ഭേദമാവുന്നത്. ഈ മരുഭൂമിയിൽ കൊടും ചൂടിലും അത്ഭുത കാഴ്ചയായിട്ട് ഇന്നും ആ കുളം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതും. ഇതിന്റെ മേൽഭാഗത്തായിട്ട് ഒരുപാട് പാറക്കെട്ടുകൾ നമുക്ക് കാണാം. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാണുന്നതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്ബറ. നമ്മൾ നേരത്തെ പോയ സ്ഥലം. ഇതിന്റെ നേരെ തായ് ഭാഗത്ത് ആ കാണുന്ന സ്ഥലം ഇവിടെയാണ് നമ്മൾ അയ്യൂബ് നബിനെ അസുഖം മാറ്റിയ കുളം എന്ന് പറയുന്നത് കേട്ടോ.